സോ നമ്മളിന്ന് പുതിയ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുവാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 15ാമത്തെ അധ്യായമായിട്ടുള്ള പോളിമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ യൂണിറ്റ് 15 പോളിമേഴ്സ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. നമ്മുടെ ചുറ്റും ആദ്യം ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരാം. നമുക്ക് ചുറ്റും പോളിമേഴ്സിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്ലാസ്റ്റിക് ബക്കറ്റ്സ്, പ്ലാസ്റ്റിക് വസ്തുക്കൾ, പോളിത്തീൻ ബാഗ്സ്, ടോയ്സ്, അങ്ങനെ നമുക്ക് ചുറ്റും ധാരാളം പോളിമർ ഉണ്ട്. അപ്പോൾ വലിയ ഒരു മോളിക്യൂൾ എന്നാണ് പോളിമർ മോളിക്യൂൾ എന്നതിൻ്റെ അർത്ഥം. പോളിമർ അല്ലെങ്കിൽ പോളിമർ മോളിക്യൂൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ ഒരു മോളിക്യൂൾ. എ ലാർജ് മോളിക്യൂൾ എന്നാണ് പോളിമർ മോളിക്യൂൾ എന്നതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ വലിയ മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ ഇവയുടെ മോളിക്കുലർ മാസും കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ, പോളിമർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ വലിയൊരു മോളിക്യൂളാണ്. അത്തരത്തിൽ വലിയ മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ ഇവയുടെ മോളിക്കുലർ മാസും കൂടുതലാണ്. നമ്മൾ മൈക്രോ മോളിക്യൂൾസ്, മാക്രോ മോളിക്യൂൾസ് എന്ന് പറയാറുണ്ടല്ലോ. സാധാരണഗതിയിൽ ചെറിയ മോളിക്യൂൾസിനെ മൈക്രോ മോളിക്യൂൾസ് എന്നും വലിയ മോളിക്യൂൾസിനെ മാക്രോ മോളിക്യൂൾസ് എന്ന് പറയുന്നു. ഇവ ലാർജ് മോളിക്യൂൾസ് ആയതുകൊണ്ട് തന്നെ ഇവയെ മാക്രോ മോളിക്യൂൾസ് എന്നും പറയാറുണ്ട്. വലിയ മോളിക്യൂൾസ് എന്ന അർത്ഥത്തിൽ മാക്രോ മോളിക്യൂൾസ് എന്നും ഇവയെ പറയാറുണ്ട്. രണ്ട് ഗ്രീക്ക് വേർഡാണ് പോളിമർ. ഈ ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് പോളിമർ എന്ന ടേം ഉണ്ടായിട്ടുള്ളത്. പോളി എന്ന വാക്കിൻ്റെ അർത്ഥം മെനി. പോളിമറിലെ മെർ എന്ന വാക്ക് MER, മെർ എന്ന വാക്കിൻ്റെ അർത്ഥം പാർട്സ് എന്നാണ്. പോളി, മെനി, മെർ, പാർട്സ്. അങ്ങനെ മെനി പാർട്സ് എന്നാണ് പോളിമർ എന്ന ടു ഗ്രീക്ക് വേർഡ്സിൻ്റെ കോമ്പോസിഷനാണ് പോളിമർ എന്ന് പറയുന്നത്. നമുക്ക് ഒരു വലിയ ശാഖ തന്നെ പഠിക്കാനുണ്ട്. പോളിമർ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് വലിയൊരു ശാഖ തന്നെ കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ട്. നമുക്ക് അതിൻ്റെ എല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. പോളിമർ, മെനി പാർട്സ് എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ആ ഒരു വാക്കിൽ തന്നെയുണ്ട് ലാർജ് മോളിക്യൂളാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവയുടെ മോളിക്കുലർ മാസും കൂടുതലാണ്. നമുക്ക് ചുറ്റും അവയുടെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫോമുകളുണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അവ കാണുന്നു എന്ന് പറഞ്ഞു. പ്ലാസ്റ്റിക് ബക്കറ്റ്സ്, പോളിത്തീൻ ബാഗ്സ്, ടോയ്സ്, ഇതൊക്കെ തന്നെ അവയ്ക്ക് ഉദാത്തമായ ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമുക്കിനി ഡീപ്പായി തന്നെ ഡിസ്കസ് ചെയ്യാം എന്താണ് പോളിമർ എന്നുള്ളത്. പോളിമർ എന്നുള്ളത് ഏറ്റവും ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായി അവയൊന്ന് ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഞാൻ ഡെഫിനേഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പോളിമർ ഒന്ന് വായിക്കൂ. A polymer molecule is a large molecule of high molecular mass formed by the union of large number of simple molecules. ധാരാളം സിമ്പിൾ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത്, അല്ലെങ്കിൽ ചെറിയ ചെറിയ മോളിക്യൂൾസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് അവ ഒരു ലാർജ് മോളിക്യൂളായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഒരു വലിയ മോളിക്യൂളായിട്ട് മാറുന്നു. അപ്പോൾ ഈ സിമ്പിൾ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത്, അല്ലെങ്കിൽ അവയെല്ലാം തന്നെ പരസ്പരം കൂടിച്ചേർന്ന് ഒരു വലിയ മോളിക്യൂളായി മാറുന്നു, അല്ലേ? അപ്പോൾ ഈ വലിയ മോളിക്യൂളായി മാറുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള ധാരാളം സിമ്പിൾ മോളിക്യൂൾസ് തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവ തമ്മിൽ കൂടിച്ചേർന്നുകൊണ്ടാണ് ഈ വലിയ മോളിക്യൂളായി മാറുന്നത്. ഈ വലിയ മോളിക്യൂൾ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, ഈ വലിയ മോളിക്യൂൾ അല്ലെങ്കിൽ ഈ ലാർജ് മോളിക്യൂളിനെയാണ് എന്തെന്ന് പറയുന്നത്? പോളിമർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോളിമർ മോളിക്യൂൾ എന്ന് പറയുന്നത്. അതായത് ചെറിയ ചെറിയ മോളിക്യൂൾസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് വലിയ മോളിക്യൂളായിട്ട് മാറുക. അത് അങ്ങനെയല്ലേ പറയുന്നത്? എ പോളിമർ ഈസ് എ ലാർജ് മോളിക്യൂൾ ഓഫ് ഹൈ മോളിക്കുലർ മാസ് ഫോംഡ് ബൈ ദി യൂണിയൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ്, അല്ലേ? ലോ മോളിക്കുലർ മാസ് ഉള്ള, വളരെ കുറഞ്ഞ മോളിക്കുലർ മാസ് ഉള്ള ഇത്തരത്തിൽ ധാരാളം ചെറിയ മോളിക്യൂൾസ് തമ്മിൽ കൂടിച്ചേർന്ന് അവ ലാർജ് അല്ലെങ്കിൽ ഹൈ മോളിക്കുലർ മാസ് ഉള്ള വലിയ മോളിക്യൂളുകളായി മാറുന്നു. അതാണ് പോളിമർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പോളിമറൈസേഷൻ എന്നും കൂടി നമുക്ക് ഇതിലൂടെ തന്നെ ഡിഫൈൻ ചെയ്യാം. എന്താണ് പോളിമറൈസേഷൻ? അതായത് ദ കെമിക്കൽ
കോമ്പോസിഷൻ അല്ലെങ്കിൽ ദ കെമിക്കൽ കോമ്പിനേഷൻ ഓഫ് സിമിലർ ഓർ ഡിസിമിലർ മോളിക്യൂൾസ് ഇൻ ദിസ് മാനർ ഈസ് കോൾഡ് പോളിമറൈസേഷൻ. അതായത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സിമ്പിൾ മോളിക്യൂൾസ് തമ്മിൽ കൂടിച്ചേർന്ന് വലിയ മോളിക്യൂളായി മാറുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കൂടിച്ചേരുന്ന സിമ്പിൾ മോളിക്യൂൾസ് എന്നുള്ളത് ചില കണ്ടീഷനിൽ അവ സെയിം മോളിക്യൂൾസ് ആവാം, ചിലപ്പോൾ അവ വ്യത്യസ്തങ്ങളായ മോളിക്യൂൾസ് ആവാം, ചിലപ്പോൾ ഒരേ തന്മാത്രകളാവാം അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ തന്മാത്രകളാവാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കെമിക്കൽ അതായത് അതൊരു കെമിക്കൽ കോമ്പിനേഷനാണ്. ഈ മോളിക്യൂൾസ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന ഒരു കെമിക്കൽ കോമ്പിനേഷനാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പോലും നമുക്ക് പറയാം. ഒരു കെമിക്കൽ കോമ്പിനേഷനാണ്. അപ്പോൾ ദ കെമിക്കൽ കോമ്പിനേഷൻ ഓഫ് സച്ച് എ സിമിലർ ഓർ ഡിസിമിലർ മോളിക്യൂൾസ് ഇൻ ദിസ് മാനർ ഈസ് കോൾഡ് പോളിമറൈസേഷൻ. ഇതിനാണ് എന്തെന്ന് പറയുന്നത്? പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പോളിമർ? എന്താണ് പോളിമർ? സിമ്പിൾ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് ഹൈ മോളിക്കുലർ മാസ് ഉള്ള വലിയ മോളിക്യൂൾസ് ആയിട്ട് അല്ലെങ്കിൽ ലാർജ് മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു. അതാണ് പോളിമർ എന്ന് പറയുന്നത്. എന്താണ് പോളിമറൈസേഷൻ? ഇവയുടെ ഈ ഒരു കെമിക്കൽ കോമ്പോസിഷനെ അല്ലെങ്കിൽ ഈ ഒരു കെമിക്കൽ റിയാക്ഷനെ അല്ലെങ്കിൽ ഈ ഒരു കെമിക്കൽ കോമ്പോസിഷൻ വഴി, അതായത് ഈ നടക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നടക്കുന്ന ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് അല്ലേ, ഏറ്റവും ചുരുക്കി നമുക്ക് അങ്ങനെ പറയാം. ഈ നടക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്നുള്ളത്? പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ സിമ്പിൾ മോളിക്യൂൾസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് ലാർജ് മോളിക്യൂൾസായി മാറുന്നു എന്നുള്ളത്. അപ്പോൾ ഈ മാറുന്ന ഈ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. പോളിമറൈസേഷനോട് നമുക്ക് കിട്ടുന്ന മോളിക്യൂളാണ് എന്തെന്നുള്ളത്? ആ പോളിമർ മോളിക്യൂൾ എന്ന് പറയുന്നത്. അതിനെ എക്സാമ്പിൾസൊക്കെ പറഞ്ഞു, നമ്മുടെ ചുറ്റും കാണുന്ന എക്സാമ്പിൾസൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോയുടെ തുടക്കത്തിൽ. ഇനി എന്താണ് മോണോമർ യൂണിറ്റ്സ്? ദ സ്മോൾ മോളിക്യൂൾസ് that form the repeating units in a polymer are known as monomer units. The small molecules that form the repeating units in a polymer are known as monomer units. ഞാൻ പറഞ്ഞല്ലോ സിമ്പിൾ മോളിക്യൂൾസ്. ഈ സിമ്പിൾ മോളിക്യൂൾസിനെ ഓരോ സിമ്പിൾ യൂണിറ്റുകളായി പരിഗണിച്ചാൽ ഇത്തരത്തിൽ ധാരാളം യൂണിറ്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ കൂടി ചേർന്നുകൊണ്ടാണ് ഈ ലാർജ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പീറ്റിംഗ് യൂണിറ്റ് പോലെ എന്ത് ചെയ്യാണ്? ഇവയുടെ ഈ ഒരു കോമ്പിനേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് പറയുന്നത് ദ സ്മോൾ മോളിക്യൂൾസ് ദാറ്റ് ഫോം ദി റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഇൻ എ പോളിമർ ആർ നോൺ ആസ് മോണോമർ യൂണിറ്റ്സ്. അപ്പോൾ ഈ ചെറിയ യൂണിറ്റ്സിന് അല്ലെങ്കിൽ ഈ ചെറിയ മോളിക്യൂൾസിനാണ് എന്തെന്ന് പറയുന്നത്? അവിടെ മോണോമർ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ലാർജ് മോളിക്യൂൾ ആവാൻ അല്ലെങ്കിൽ ആ പോളിമർ ആവാൻ വേണ്ടി അവിടെ കമ്പൈൻ ചെയ്യുന്ന ആ ചെറിയ മോളിക്യൂൾസിന്, ആ കൊച്ചു യൂണിറ്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? മോണോമർ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി ഡിഫൈൻ ചെയ്യാം. എന്താണ് പോളിമർ? സിമ്പിളായിട്ടുള്ള ധാരാളം മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് ഹൈ മോളിക്കുലർ മാസ് ഉള്ള ലാർജ് മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു. അതാണ് പോളിമർ എന്ന് പറയുന്നത്. ആ നടക്കുന്ന പ്രോസസ്സിനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ കമ്പൈൻ ചെയ്യുന്ന ആ ചെറിയ സിമ്പിൾ മോളിക്യൂൾസ്, ആ സിമ്പിൾ യൂണിറ്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓരോ മോണോമർ യൂണിറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോണോമർ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പോളിമർ, എന്താണ് പോളിമറൈസേഷൻ, എന്താണ് മോണോമർ യൂണിറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമുക്ക് ചുറ്റും കാണുന്ന പോളിമറിൻ്റെ എക്സാമ്പിൾസും വീഡിയോയുടെ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. പോളിമർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മെനി പാർട്സ് എന്നാണ്. അത് രണ്ട് ഗ്രീക്ക് വേർഡിൻ്റെ കോമ്പോസിഷനാണ് പോളിമർ. മെനി പാർട്സ് എന്നാണ് പോളിമർ എന്ന വാക്കിൻ്റെ ആ ഒരു മീനിങ് എന്ന് പറയുന്നത്. തുടർന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞത് നമുക്ക് ചുറ്റും പ്ലാസ്റ്റിക് ബക്കറ്റ്സ്, അതുപോലെ പോളിത്തീൻ ബാഗ്, പല എക്സാമ്പിളും പറഞ്ഞു. ഈ പോളിത്തീൻ ബാഗ്സ്, പോളിത്തീൻ എന്ന വാക്ക് പരിശോധിക്കാം അല്ലേ. പോളിത്തീൻ നമ്മൾ എങ്ങനെയാണ് എഴുതുക? പോളിത്തീൻ എന്ന് പറയുമ്പോൾ പോളിത്തീൻ എന്നാണ് നമ്മൾ എഴുതുക അല്ലേ. പോളിത്തീൻ എന്ന് നമ്മൾ എഴുതുക. ഇതൊന്നും കൂടി വ്യക്തമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതുകയാണ്. ഞാൻ അവിടെ തന്നെ നിർത്തി. ഇത് എത്തീൻ മോളിക്യൂൾ, പോളിത്തീൻ ഇതൊരു ടേം, ഇത് മറ്റൊരു ടേമാണ്. എത്തീൻ മോളിക്യൂളാണ്. എത്തീൻ മോളിക്യൂളിനെ പോളിമറൈസേഷൻ നടന്ന് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് പോളി എത്തീൻ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളിത്തീൻ എന്ന് പറയുന്നത്.
അല്ലെ? നമുക്ക് ചുറ്റും കാണുന്ന ആ ബാഗ്സൊക്കെ, പോളിത്തീൻ ബാഗ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബാഗുകൾ, ക്യാരി ബാഗുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ പോളിത്തീൻ എന്നുള്ളത് എത്തീൻ മോളിക്യൂളിനെ പോളിമറൈസേഷൻ സംഭവിച്ചുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്? പോളിയെത്തീൻ അല്ലെങ്കിൽ പോളിത്തീൻ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു പോളിത്തീൻ ബാഗുകൾ എന്ന് പറയുന്നത്, ക്യാരി ബാഗുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ? എത്തീൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യത്തിനെ? CH2 ഡബിൾ ബോണ്ട് CH2. എത്തീൻ നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക CH2 ഡബിൾ ബോണ്ട് CH2. അപ്പോൾ ഈ പോളിമറൈസേഷൻ നടക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇത് സിംഗിൾ ബോണ്ടായിട്ട് മാറും. ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് പൂർണ്ണമായും ബ്രേക്ക് ചെയ്ത് ഇത് സിംഗിൾ ബോണ്ടായിട്ട് മാറും. എന്ന് പറയുമ്പോൾ ഈ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്യും, എന്നിട്ട് അവിടെ സിംഗിൾ ബോണ്ട് ആവും. അതായത് CH2 സിംഗിൾ ബോണ്ട് CH2 എന്ന രീതിയിലോട്ട് മാറും എന്നർത്ഥം. ഓക്കെ. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ബോണ്ട് എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന വഴി എന്താണ്? ഒരു ഇലക്ട്രോൺ ഇവിടേക്കും ഒരു ഇലക്ട്രോൺ ഈ CH2ലേക്കും കിട്ടുന്നു, അല്ലേ? ഒരു ഇലക്ട്രോണ് ഇത് 1, 2 ആക്കി എടുത്ത ഒരു ഇലക്ട്രോണ് ആദ്യത്തെ CH2ലോട്ടും ഒരു ഇലക്ട്രോണ് രണ്ടാമത്തെ CH2ലോട്ടും കിട്ടും. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ പോളിമർ മോളിക്യൂൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ പോളിമർ എന്ന് പറയുന്നത് എന്താണ്? ഇത്തരത്തിൽ ലാർജ് നമ്പർ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ് തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഒരു പോളിമർ അവിടെ ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ധാരാളം മോണോമർ യൂണിറ്റ്സുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഒരു പോളിമർ അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എത്തീൻ മോളിക്യൂൾ അവിടെ ധാരാളം ഉണ്ട്, അല്ലേ? ഇതിപ്പോൾ ഞാൻ ഒരു എത്തീൻ മോളിക്യൂളിൻ്റെ കേസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇത് ഞാൻ ഒരു എത്തീൻ മോളിക്യൂളിൻ്റെ കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത്തരത്തിൽ ധാരാളം എത്തീൻ മോളിക്യൂൾസ് അവിടെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ ഈ ഇലക്ട്രോണ് ഓരോ CH2ലോട്ടും കിട്ടിയിട്ടുള്ളത് ഞാൻ ഡോട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരും, അല്ലേ? ഇവിടെ ഒരു ഡോട്ട്, ഈ CH2ൻ്റെ മുകളിൽ ഞാനൊരു ഡോട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ. അതായത് രണ്ടിലും ഓരോ ഇലക്ട്രോൺ വീതമുണ്ട്. അതായത് ആ ഒരു ബോണ്ട്, ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആ ബോണ്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇലക്ട്രോണ് ആദ്യത്തെ CH2വിലും അതുപോലെ തന്നെ രണ്ടാമത്തെ CH2വിലും ഓരോ ഇലക്ട്രോൺ വീതമുണ്ട് നിലവിൽ. ഇനി എന്ത് ചെയ്യണം? ഇതിന് ചുറ്റും അല്ലെങ്കിൽ ഇതിലേക്ക് ബോണ്ടിന് വേണ്ടി ധാരാളം എത്തീൻ മോളിക്യൂൾസ് വേറെയുണ്ട്, അല്ലേ? അപ്പോൾ അവിടെയും എന്ത് ചെയ്തിട്ടുണ്ടാവും? അവിടെയും ആ മോളിക്യൂൾസ് ഇതുപോലെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ഫോമിലേക്ക് തന്നെ മാറിയിട്ടുണ്ടായിരിക്കും. എങ്ങനെ? ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ CH2 സിംഗിൾ ബോണ്ട് CH2 ഇങ്ങനെ തന്നെ ആയിട്ടുണ്ടായിരിക്കും, അല്ലേ? ഇവിടെയും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവും, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള എത്തീൻ മോളിക്യൂൾസിലെല്ലാം തന്നെയുള്ള ഡബിൾ ബോണ്ട്, അതിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ടും ഓരോ CH2ലും ഓരോ ഇലക്ട്രോണും വീതം അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ഇലക്ട്രോണും അതുപോലെ തന്നെ ഈ ഇലക്ട്രോണും തമ്മിൽ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും, അല്ലേ? ഈ ഇലക്ട്രോണും ആ ഇലക്ട്രോണും തമ്മിൽ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. അപ്പോൾ അങ്ങനെ അവ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഒരു ബോണ്ട് ഫോം ചെയ്യാം, അല്ലേ? ഒരു ബോണ്ട് ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? 2 ഇലക്ട്രോൺ വേണം, അല്ലേ? ഒരു ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ 2 ഇലക്ട്രോൺ വേണം. അപ്പോൾ അതായത് ഈ എത്തീൻ മോളിക്യൂളിലെ ഈ CH2ലുള്ള ഇലക്ട്രോണും നേരത്തെ നമ്മുടെ CH2ലെ ഇലക്ട്രോണും കൂടി കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യുക? അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യാം. അതുപോലെ തന്നെ ഈ CH2ൻ്റെയും ഈ CH2ൻ്റെ കേസിലും അങ്ങനെ തന്നെ എന്ത് ചെയ്യാം? അവ തമ്മിൽ ബോണ്ട് ചെയ്യാം. അങ്ങനെ ബോണ്ട് ചെയ്ത് ഇങ്ങനെ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇങ്ങനെ ബോണ്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലേ? അങ്ങനെ ഒരു വലിയ മോളിക്യൂളായിട്ട് മാറുന്നു. അപ്പോൾ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ്സാണ്. ഇവിടെയും ഇനിയും എന്ത് ചെയ്യുക? ഇത്തരത്തിൽ ധാരാളം മോളിക്യൂൾസ് വീണ്ടും ഒരു ചെയിൻ പോലെ തന്നെ വീണ്ടും എന്ത് ചെയ്യുക? ബോണ്ടിങ്ങിന് വിധേയമാകും. എന്നിട്ടാണല്ലോ ഇവർ ലാർജ് മോളിക്യൂൾസ് ആയിട്ട് മാറുന്നത്. ഓക്കെ. അപ്പം ഞാൻ ഈ ബോണ്ടിങ്ങിനെ ഞാൻ ജനറലായിട്ട് എങ്ങനെ കാണിക്കും? ഇങ്ങനെയാണ് നമ്മൾ ഇനി മുതലുള്ള റെപ്രസെൻറ്റേഷൻ നടത്തുക. കണ്ടോ? ഇനി ഇങ്ങനെയാണ് നടത്തുക. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ? ഈ ഒരു ലൈൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എഴുതി തരാം. ഒന്നും കൂടി ക്ലിയർ ആക്കി എഴുതുകയാണ് വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട്. കണ്ടോ?
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കൂ, ഇങ്ങനെ ഞാൻ കാണിച്ചിരിക്കുന്നത് എന്താണ്, രണ്ട് സൈഡിലേക്ക് ഇനിയും എന്ത് ചെയ്യുക, ബോണ്ട് ചെയ്യപ്പെടുന്നുള്ള സാധ്യതയുണ്ട് അല്ലേ. ബോണ്ട് ചെയ്യപ്പെടുന്ന സാധ്യത നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സാധ്യത വരുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇനിയും ബോണ്ട് ചെയ്യപ്പെട്ട് പോകുന്നതിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ NCH2 ഇതുപോലെ കമ്പൈൻ ചെയ്യുന്നതായിരിക്കുക. N എത്തിന് മോളിക്യൂൾസ്, CH2 ഡബിൾ ബോണ്ട് CH2, അങ്ങനെ N ടൈംസ് N എത്തിന് മോളിക്യൂൾസ് ഇതുപോലെ കമ്പൈൻ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ എഴുതിയ റെപ്രസെൻറ്റേഷനിൽ, അതായത് ഇവ കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ്സ് ആയിട്ട് എന്ത് കിട്ടും, അങ്ങനെയാകുമ്പോൾ ഞാൻ നേരത്തെ എഴുതിയിട്ടുള്ള റെപ്രസെൻറ്റേഷനിൽ എന്ത് മാറ്റം വരുത്തണമെന്ന് അറിയാം നിങ്ങൾക്ക്. നോക്കൂ, ചെറിയൊരു മാറ്റം വരും. കാരണം N എത്തിന് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്താണ് അവിടെ സംഭവിക്കുന്ന പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ എഴുതുമ്പോൾ ഇവിടെ N ടൈംസ് എന്ന് താഴെ കാണിക്കും. കാരണം എന്തുകൊണ്ടാണ്, N എത്തിന് മോളിക്യൂൾസ് ആണ് കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ N എത്തിന് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ഇതുപോലെ ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്യും, അത് പുതിയ സിമ്പിൾ മോളിക്യൂൾസിനെ ബോണ്ട് ചെയ്യപ്പെടുന്നുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും. അങ്ങനെ ഇവ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ട് വലിയൊരു ലാർജ് മോളിക്യൂളായിട്ട് മാറും. ആ മോളിക്യൂൾസിൻ്റെ ഹൈ മോളിക്യുലർ മാസ് ആയിരിക്കും. അതാണല്ലോ ഒരു പോളിമർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ധാരാളം മോണോമർ യൂണിറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണല്ലോ പോളിമർ ഉണ്ടാകുന്നത്. ഈ പ്രോസസ്സിനെയാണല്ലോ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ N ടൈംസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. താഴെ ഇതേപോലെ തന്നെ N ടൈംസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒരു ഹ്യൂജ് മോളിക്യൂൾ തന്നെ പോളിമറൈസേഷനിലൂടെ ഉണ്ടാകാം. ഓക്കെ, അതാണ് ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം. അപ്പോൾ പോളിത്തീൻ എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോളിമറൈസേഷൻ്റെ പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം. അതെന്നുള്ളത് പോളിത്തീൻ ബാഗ്സ് എന്ന് പറയുന്നത് എന്താണ്, പോളിമറൈസേഷനോട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്, ഒരു ഉൽപ്പന്നമാണ്. അടുത്ത ഭാഗത്തോട് നമുക്ക് വേഗം കിടക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ് നോട്ടിലൊക്കെ എഴുതുമ്പോൾ ടൈറ്റിൽ കൊടുത്ത് വേണം എഴുതാൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ് പ്രധാനമായിട്ടും ABCD എന്ന ക്രമത്തിൽ 4 ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. അതിലെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ സോഴ്സ്. അതുപോലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ. അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ. പിന്നീട് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇന്റർമോളിക്കുലർ ഫോഴ്സസ്. നമുക്ക് അതിനെക്കുറിച്ച് ഡീപ്പായി തന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നു, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ സോഴ്സ്. അതായത് സ്രോതസ്സിനെ അടിസ്ഥാനമാക്കി, എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ്, ആ സോഴ്സിനെ അടിസ്ഥാനമാക്കി ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് പോളിമേഴ്സ് നമുക്ക് എവിടെ നിന്നൊക്കെ ഒബ്റ്റെയിൻ ചെയ്തെടുക്കാൻ സാധിക്കും എന്നാൽ ആ സോഴ്സിനെ അനുസരിച്ച് ഇവയെ ക്ലാസിഫിക്കേഷന് വിധേയമാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണിത്. അതിൽ ഒന്നാമത്തെ നോക്കൂ, അതിൽ തന്നെയുള്ള അവയിൽ 2 എണ്ണം വരുന്നുണ്ട്. ഒന്നാമത്തെ ഏതാണ്, നാച്ചുറൽ പോളിമേഴ്സ്. രണ്ടാമത്തെ സിന്തറ്റിക് പോളിമേഴ്സ്. ഓക്കെ, നാച്ചുറൽ പോളിമേഴ്സ് എന്താണ്? പോളിമേഴ്സ് ഫൗണ്ട് ഇൻ നേച്ചർ മോസ്റ്റ്ലി ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ കോൾഡ് നാച്ചുറൽ പോളിമേഴ്സ്. പറയുന്ന പോലെ തന്നെ നമുക്ക് നേച്ചറിൽ നിന്ന് എടുക്കാവുന്ന പോളിമേഴ്സ് ആണ് എന്ത്, നാച്ചുറൽ പോളിമേഴ്സ്. അനിമൽസിലും പ്ലാന്റ്സിലും ഒക്കെ ധാരാളമായിട്ട് കാണുന്നത് കൊണ്ട് അവയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, നാച്ചുറൽ പോളിമേഴ്സ് എന്ന് വിളിക്കുന്നു. അവയ്ക്ക് എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്, പ്രോട്ടീൻസ്, സെല്ലുലോസ്, സിൽക്ക്, വൂൾ, നാച്ചുറൽ റബ്ബർ ആൻഡ് എക്സെട്ര. അതിൽ സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് പോളിമറൈസേഷനിലൂടെയാണ് എന്തുണ്ടാവുന്നത്, ഗ്ലൂക്കോസ് മോളിക്യൂൾസിന് ഉപയോഗിച്ചിട്ടുള്ള പോളിമറൈസേഷനിലൂടെയാണ് എന്തുണ്ടാവുന്നത്, ഈ സ്റ്റാർച്ച് ഉണ്ടാവുന്നത്. നമ്മൾ സാധാരണഗതിയിൽ അതിനെ ഗ്ലൂക്കോസ് പ്ലസ് എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് മോളിക്യൂൾസിൻ്റെ ഈ ഒരു അഡീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ആ ഒരു പോളിമറൈസേഷൻ ഗ്ലൂക്കോസ് മോളിക്യൂൾസിന് ഉപയോഗിച്ചിട്ടുള്ള പോളിമറൈസേഷനിലൂടെയാണ് ഈ സ്റ്റാർച്ച് ഒരു നാച്ചുറൽ പോളിമർ എന്ന് പറയുന്നത്. അതുപോലെ അടുത്തതാണ് പ്രോട്ടീൻസ് എന്നത് അമിനോ ആസിഡ്, അവയുടെ പോളിമറൈസേഷനാണ് പ്രോട്ടീൻസ് ഒരു നാച്ചുറൽ പോളിമറായിട്ട്
ഉണ്ടാകാൻ കാരണം. അതുപോലെ സെല്ലുലോസ് എന്ന് പറയുന്നതും ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉപയോഗിച്ചിട്ടുള്ള പോളിമറൈസേഷനിലൂടെയാണ് സെല്ലുലോസ് ഒരു നാച്ചുറൽ പോളിമറായിട്ട് ഉണ്ടാകുന്നത്. പിന്നെ സിൽക്ക് എന്ന് പറഞ്ഞാൽ സിൽക്ക് പ്രോട്ടീൻ മാത്രമല്ല, പിന്നെ അസോസിയേറ്റഡ് മോളിക്യൂൾസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടുള്ള പോളിമറൈസേഷനിലൂടെയാണ്. അസോസിയേറ്റഡ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾക്കത് സിലബസിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ഈ ഗ്ലൈക്കോ പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, അങ്ങനെയുള്ള മോളിക്യൂൾസും പിന്നെ സിൽക്ക് പ്രോട്ടീൻസും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കോമ്പോസിഷനിൽ അവയുടെ പോളിമറൈസേഷനിലൂടെയാണ് എന്തുണ്ടാകുന്നത്, സിൽക്ക് ഒരു നാച്ചുറൽ പോളിമറായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ വൂൾ, അതുപോലെ നാച്ചുറൽ റബ്ബർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ. ഇനി സിന്തറ്റിക് പോളിമേഴ്സ് നോക്കൂ. രണ്ടാമത്തേതാണ് പറയുന്നത് പോളിമേഴ്സ് വിച്ച് ആർ മെയ്ഡ് ഇൻ ദ ലബോറട്ടറി. അതായത് മാൻമെയ്ഡ് പോളിമേഴ്സ് ആണ് എന്ത്, സിന്തറ്റിക്. നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കുക, അല്ലേ, ലാബ് സംവിധാനം ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുക. ആർ നോൺ ആസ് സിന്തറ്റിക് പോളിമേഴ്സ്. സിന്തറ്റിക് പോളിമേഴ്സ് ഫോൾ ഇൻ ടു 3 വെറൈറ്റീസ്. സിന്തറ്റിക് പോളിമേഴ്സ് പ്രധാനമായും 3 വെറൈറ്റീസ് ആണുള്ളത്. അല്ലെങ്കിൽ അവയിൽ തന്നെ സിന്തറ്റിക് പോളിമേഴ്സിൽ തന്നെയുള്ള 3 ക്ലാസിഫിക്കേഷൻസ് ആണ്. ഒന്ന് ഫൈബേഴ്സ്, നിങ്ങൾക്കവിടെ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫൈബേഴ്സ്, സിന്തറ്റിക് റബ്ബേഴ്സ്, ദെൻ പ്ലാസ്റ്റിക്. അങ്ങനെ 3 എണ്ണം ഉണ്ട്. ഒന്ന് ഫൈബേഴ്സ്, സിന്തറ്റിക് റബ്ബേഴ്സ്, മൂന്നാമത്തെയാണ് പ്ലാസ്റ്റിക്. ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ നൈലോൺ, ടെറിലിൻ, ഇതൊക്കെ ഫൈബേഴ്സിന് എക്സാമ്പിൾ ആണ്. നൈലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോത്തിങ് മേഖലകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് നൈലോൺ. ക്ലോത്തിങ് മേഖലകളിൽ, അതുപോലെ തന്നെ ടയറുകളിലെ അവയുടെ കാഠിന്യം ശക്തിപ്പെടുത്താൻ, ടയറുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ടയറുകളിൽ അവയുടെ ആ ഒരു കാഠിന്യം ശക്തിപ്പെടുത്താൻ നമ്മൾ ഫോഴ്സ്മെൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയും. അത്തരത്തിൽ ഫോഴ്സ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ടയറുകളുടെ കാഠിന്യം ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഒന്ന് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്ന അതിൽ പലപ്പോഴും നൈലോൺ കണ്ടൻറ്റ് ടയറുകളിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്ലോത്തിങ് മേഖലകളിൽ, ക്ലോത്തിങ് സെക്ഷനിൽ നൈലോൺ ഉപയോഗപ്പെടുത്താറുണ്ട്. ഓക്കെ. പിന്നെ ടെറിലിൻ എന്ന് പറഞ്ഞാൽ കപ്പലുകളുടെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ടെറിലിനും ഒരു പോളിമറാണ്, ഒരു സിന്തറ്റിക് പോളിമറാണ്. ഇപ്പോൾ ടെറിലിനും കപ്പലുകളുടെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ട്. പിന്നെ സിന്തറ്റിക് റബ്ബേഴ്സിലുള്ള എക്സാമ്പിൾസ് ആണ് നിയോപ്രീൻ, ബ്യൂണായസ് എന്നുള്ളത്. നിയോപ്രീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിനെ ക്ലോറോപ്രീൻ എന്നും കൂടി പറയാറുണ്ട്. അപ്പോൾ നിയോപ്രീൻ അതുപോലെ ബ്യൂണായസ് രണ്ടും സിന്തറ്റിക് റബ്ബറാണ്. അതിൽ ബ്യൂണായസിനെ കുറിച്ച് വളരെ കൃത്യമായി അല്ലെങ്കിൽ ഡീപ്പായി തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്ന് പറയാം. ബ്യൂണായസ് ടയേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഗാസ്കറ്റ് എന്നൊക്കെ ചിലർ പറയും. ഗസ്കറ്റ് എന്നാണ് ശരിക്കും പ്രൊണൗൺസിയേഷൻ വരിക. ഗസ്കറ്റ്, GASKET. ഗസ്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ പ്രഷർ കുക്കറിലൊക്കെ ഉപയോഗിക്കുന്ന വാഷ്, റബ്ബർ കൊണ്ടുള്ള വാഷ്, അല്ലെങ്കിൽ റിങ്സ് ഓഫ് റബ്ബർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനെയാണ് ഈ ഗസ്കറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അതുപോലെ ഈ റബ്ബർ ഉപയോഗിച്ചിട്ടുള്ള വളയങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ റിങ്സ് ഓഫ് റബ്ബറൊക്കെ, അതൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് ഈ ബ്യൂണൈസ് അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് നിങ്ങൾക്കെല്ലാം PVC, നിങ്ങൾക്കറിയാം, PVC പൈപ്പൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെയുള്ള മറ്റൊരു നല്ലൊരു സിന്തറ്റിക് പോളിമറാണ് ടെഫ്ലോൺ. PVC പോലെയുള്ള മറ്റൊരു സിന്തറ്റിക് പോളിമറാണ് ടെഫ്ലോൺ എന്നുള്ളത്. അപ്പോൾ ഫൈബേഴ്സ്, സിന്തറ്റിക് റബ്ബേഴ്സ്, പ്ലാസ്റ്റിക്സ്, ഇതാണ് സിന്തറ്റിക് പോളിമേഴ്സിൻ്റെ 3 ക്ലാസിഫിക്കേഷൻ. ഫൈബേഴ്സിൻ്റെ എക്സാമ്പിൾസ് പരിശോധിച്ചു, സിന്തറ്റിക് റബ്ബേഴ്സിൻ്റെ എക്സാമ്പിൾസ് പരിശോധിച്ചു, പ്ലാസ്റ്റിക്സിൻ്റെ എക്സാമ്പിൾ പരിശോധിച്ചു. ഓക്കെ. അപ്പോൾ നൈലോൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നൈലോൺ ക്ലോത്തിങ് മേഖലകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ടയറുകളിൽ അവയുടെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നൈലോൺ കണ്ടൻറ്റ് ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ ടെറിലിൻ എന്തിനും ഉപയോഗിക്കുന്നത്, കപ്പലുകളുടെ ഭാഗങ്ങളൊക്കെ നിർമ്മാണ മേഖലകളിലൊക്കെ ടെറിലിൻ ഉപയോഗപ്പെടുത്താറുണ്ട്. പിന്നെ സിന്തറ്റിക് റബ്ബേഴ്സ് ടയറുകൾ ഉപയോഗിക്കുന്നു, ഗസ്കറ്റ്, അപ്പോൾ റിങ്സ് ഓഫ് റബ്ബർ, പിന്നെ പ്ലാസ്റ്റിക് PVC അല്ലേ, അപ്പോൾ ടെഫ്ലോൺ. PVC നിങ്ങൾക്കറിയാം, PVC പൈപ്പിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ. നമുക്ക് എപ്പോഴും അത് ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് PVC പൈപ്പ് എന്നുള്ളത് അല്ലേ. നിർമ്മാണ മേഖലകളിലായാലും അല്ലാത്ത മേഖലകളിലൊക്കെ തന്നെ PVCയുടെ ഒരു സ്വാധീനം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് എപ്പോഴും നമ്മൾ അതിന് കാണുന്ന മറ്റുള്ള പോളിമേഴ്സിനെ അപേക്ഷിച്ച് PVC ആയിരിക്കും നമ്മൾ എപ്പോഴും കൂടുതൽ കാണുന്ന ഒരു സിന്തറ്റിക് പോളിമർ എന്ന് പറയുന്നത് അല്ലേ. വ്യവസായ മേഖലകളിലാണ് അത് ഉണ്ടാക്കുന്നത്. സിന്തറ്റിക് പോളിമറാണ് PVC, അല്ലെങ്കിൽ PVC മാത്രമല്ല ടെഫ്ലോൺ തുടങ്ങിയിട്ടുള്ളവ. ഓക്കെ. അപ്പോൾ സിന്തറ്റിക് പോളിമേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി അവയുടെ ക്ലാസിഫിക്കേഷനും ഓരോന്നിലുള്ള ഉദാഹരണങ്ങളുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.
നാച്ചുറൽ പോളിമർ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, അവയുടെ ഉദാഹരണങ്ങൾ പരിശോധിച്ചു. അവ എനിമൽസിലും പ്ലാന്റ്സിലും ഉണ്ടാകുന്നു, അതുകൊണ്ട് തന്നെയാണ് അവയെ എന്തെന്ന് പറയുന്നത്, നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സെമി സിന്തറ്റിക് പോളിമേഴ്സ്. അപ്പോൾ നാച്ചുറൽ പോളിമേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ സോഴ്സ്, അതിൽ ഒന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത്, നാച്ചുറൽ പോളിമേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. രണ്ടാമത്തായിരുന്നു സിന്തറ്റിക് പോളിമേഴ്സ്. ഇനി അതിൽ തന്നെയുള്ള മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്നുള്ളത്. സിന്തറ്റിക് പോളിമേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സെമി സിന്തറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, ആ പേരിൽ തന്നെയുള്ള പോലെ സെമി സിന്തറ്റിക് ആണ് അല്ലേ. ഈ സെമി സിന്തറ്റിക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണോ കടന്നു വരുന്നത് അത് തന്നെയാണ് അതിൻ്റെ അർത്ഥവും. സെമി സിന്തറ്റിക് ആണ്. ദീസ് ആർ കെമിക്കലി മോഡിഫൈഡ് ഫോം ഓഫ് നാച്ചുറൽ പോളിമേഴ്സ് എന്ന് വെച്ചാൽ നാച്ചുറൽ പോളിമേഴ്സിന്റെ പ്രസൻസ് ഉണ്ട്, അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ട് എന്ന് പറയാം. പക്ഷെ അതിനെ ഒന്ന് കെമിക്കലി മോഡിഫൈ ചെയ്തെടുത്തതാണ് എന്ത്, സെമി സിന്തറ്റിക് പോളിമേഴ്സ്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ പോളിമറിന്റെ ഒരു പേഴ്സൻറ്റേജ് ഉണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ സിന്തറ്റിക് പോളിമറിന്റെ ഒരു നല്ലൊരു ശതമാനം ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ നാച്ചുറൽ പോളിമറിനെ കെമിക്കലി ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തതാണ് എന്ന് പറയുന്നത് സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് നാച്ചുറൽ പോളിമേഴ്സ് വിത്ത് സ്യൂട്ടബിൾ കെമിക്കൽ റിയേജൻസ്. അതായത് എന്താണ്, ഇത്തരത്തിലുള്ള നാച്ചുറൽ പോളിമേഴ്സിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കെമിക്കൽ റിയേജന്റ് ഉപയോഗിച്ചിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള സെമി സിന്തറ്റിക് പോളിമേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നതെന്ന് പറയാം. അപ്പോൾ അതിന് നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. സെല്ലുലോസിനെ ഒരു സ്യൂട്ടബിൾ കെമിക്കൽ റിയേജന്റ് ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലൊരു സെമി സിന്തറ്റിക് പോളിമർ ആക്കി എടുക്കാം. അതിനെക്കുറിച്ച് അവിടെ ഒന്ന് പരാമർശിക്കുന്നുണ്ട്, ഒന്ന് വായിച്ചു നോക്കൂ. ദേ ആർ പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് നാച്ചുറൽ പോളിമേഴ്സ് സച്ച് ആസ് സെല്ലുലോസ് പോലെയുള്ള നാച്ചുറൽ പോളിമേഴ്സ് നമ്മൾ ഒരുപാട് ഉദാഹരണം കണ്ടു അല്ലേ. സ്റ്റാർച്ച് കണ്ടു, അതുപോലെ തന്നെ നമ്മൾ സെല്ലുലോസ് കണ്ടു, പ്രോട്ടീൻസ് കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള നാച്ചുറൽ പോളിമേഴ്സിനെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള കെമിക്കൽ റിയാജന്റ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് അവയെ സെമി സിന്തറ്റിക് പോളിമേഴ്സ് ആക്കി മാറ്റുന്നത്. സെല്ലുലോസ് ഒരു എക്സാമ്പിളായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പല നാച്ചുറൽ വേർഡ്സും ഉണ്ട്. അവയെല്ലാം തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കെമിക്കൽ റിയാജന്റ് ഉപയോഗിച്ച് നമുക്ക് എന്താക്കി മാറ്റിയെടുക്കാൻ സാധിക്കും, സെമി സിന്തറ്റിക് പോളിമേഴ്സ് ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി അങ്ങനെ നാച്ചുറൽ പോളിമേഴ്സിനെ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള കെമിക്കൽ റിയാജന്റ് ഉപയോഗിച്ച് സെമി സിന്തറ്റിക് പോളിമേഴ്സ് ആക്കി എടുത്തതിനുള്ള ഉദാഹരണങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. റയോൺ, നമ്മൾ തന്നെ സെല്ലുലോസ് അസറ്റേറ്റ് എന്ന് പറയും, സെല്ലുലോസ് അസറ്റേറ്റ്, സെല്ലുലോസ് നൈട്രേറ്റ്, ഇവയൊക്കെ തന്നെ അവയ്ക്ക് നല്ല എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ. ഇവിടെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പക്ഷേ അത് തെറ്റി ടൈറ്റിൽ കൊടുത്തതാണ്. ഈ ടൈറ്റിൽ തെറ്റി കൊടുത്തതാണ്. തുടക്കത്തിലാണ് ആ ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ് എന്ന വലിയ ടൈറ്റിൽ കൊടുക്കേണ്ടിയിരുന്നത്. കാരണം എന്തുകൊണ്ട്, ആ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ സോഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ. ആ പേരിൽ തന്നെ ഉള്ള പോലെ തന്നെ ഒന്ന് നോക്കൂ. ലീനിയർ പോളിമേഴ്സ് ലീനിയർ ആണവ. വായിച്ച് നോക്കാം. ദീസ് ആർ പോളിമേഴ്സ് ഇൻ വിച്ച് ദ മോണോമേഴ്സ് ആർ ജോയിൻഡ് ടുഗദർ ഇൻ എ ലീനിയർ അറേഞ്ച്മെന്റ്. Because of the close packing of polymer chains, linear polymers have high melting points, high densities and high tensile strength. അതിന് ഫിഗർ നമുക്ക് പരിശോധിക്കാം. ഇതാണ് ഒരു ലീനിയർ പോളിമർ എന്ന് പറയുന്നത്. ലീനിയർ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലീനിയർ പോളിമേഴ്സ്. അപ്പോൾ ഈ ലീനിയർ പോളിമേഴ്സിന്റെ പ്രത്യേകത എന്താ? ഇവ ലീനിയർ അറേഞ്ച്മെന്റ് ആണ്. ഇവയ്ക്ക് ബ്രാഞ്ചുകൾ എങ്ങാനും വരുന്നുണ്ടോ, ബ്രാഞ്ചസ് എങ്ങാനും വരുന്നുണ്ടോ? ഒന്നും വരുന്നില്ല. ഒരു ലീനിയർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മോളിക്യൂൾസ് ആണ്. ഒരു ലീനിയർ അറേഞ്ച്മെന്റ് ആണ്. ഓരോ ലെയറുകളാണിത് അല്ലേ. ഇവ തന്നെ എന്താണ്, ഓരോ ലെയറുകളാണ്. ആ ലെയറുകളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്, ലീനിയർ ആണ്. അപ്പോൾ ഇതൊരു ലീനിയർ പോളിമർ ആണെന്ന് നമുക്ക് പറയാം. ഒരു ലീനിയർ പോളിമർ ഇസ് എ ലീനിയർ പോളിമർ. അപ്പോൾ ഈ ഇവയ്ക്ക് ബ്രാഞ്ചുകളും ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഒരു ലീനിയർ പോളിമർ ആണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഈ ലീനിയർ പോളിമർ
നമുക്ക് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ലെയറും എന്താണ്, ക്ലോസ്ലി പാക്ഡ് ആണ്. അപ്പം നമുക്ക് മൊത്തത്തിൽ പറയാം, ഈ സ്ട്രക്ചർ നോക്കുമ്പോൾ ഈസ് എ ക്ലോസ്ലി പാക്ഡ് അറേഞ്ച്മെന്റ് അല്ലേ. ഇതൊരു ക്ലോസ്ലി പാക്ഡ്, അതായത് ഓരോ ലെയറും വളരെ അടുത്തടുത്തായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഓരോ ലെയറും വളരെ അടുത്തടുത്തായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്ലോസ്ലി പാക്ഡ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ക്ലോസ്ലി പാക്ഡ് സ്ട്രക്ചർ ആണ് ഇവയ്ക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അത്തരത്തിൽ ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ എന്താ അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് നോക്കൂ. ബിക്കോസ് ഓഫ് ക്ലോസ് പാക്കിംഗ് ഓഫ് പോളിമർ ചെയിൻസ്, ലീനിയർ പോളിമർ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഹൈ ഡെൻസിറ്റി ഉയർന്ന സാന്ദ്രതയാണ്, ആൻഡ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്. എന്താണ് ടെൻസൈൽ സ്ട്രെങ്ത്? ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മാക്സിമം സ്ട്രെസ് ബിഫോർ ഇറ്റ് ബ്രേക്സ് എന്ന് പറയും. അതായത് ആ വസ്തു പൊട്ടുന്നതിന് തൊട്ട് മുന്നേ ആ വസ്തുവിനെ ഉൾക്കൊള്ളാവുന്ന മാക്സിമം സ്ട്രെസ് അല്ലേ. ആ വസ്തു ബ്രേക്ക് ആവുന്നതിന് തൊട്ട് മുന്നേ, നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്, ആ വസ്തു ബ്രേക്ക് ആവുന്നതിന് തൊട്ട് മുന്നേ ആ വസ്തുവിനെ ഉൾക്കൊള്ളാവുന്ന മാക്സിമം സ്ട്രെസ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഒരു ലീനിയർ പോളിമർ എടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ലീനിയർ പോളിമർ ബ്രേക്ക് ആവുന്നതിന് തൊട്ട് മുന്നേ വരെ അതിന് ഉൾക്കൊള്ളാവുന്ന മാക്സിമം സ്ട്രെസ്, അല്ലെങ്കിൽ ആ വസ്തു പൊട്ടുന്നത് വരെ, ബ്രേക്ക് ആവുന്നത് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന സ്ട്രെസ്, ആ വസ്തുവിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന സ്ട്രെസ്, അതാണ് അവിടെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുക. അപ്പോൾ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അത്രമാത്രം സ്ട്രെസ് അപ്ലൈ നമുക്ക് ചെയ്യാം ആ വസ്തുവിൻ്റെ മുകളിൽ, അത്രമാത്രം സ്ട്രെസ് ഉൾക്കൊള്ളാൻ ആ വസ്തുവിനെയും കഴിയും. എന്നാൽ മാത്രമേ, എന്നിട്ടും അതും കഴിഞ്ഞ് പോകുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നുള്ളൂ, ബ്രേക്ക് ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഹൈ സ്ട്രെസ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, അവ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് നൈലോൺ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, PVC. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ എക്സാമ്പിൾ എപ്പോഴും ചോദിക്കുന്ന എക്സാമ്പിൾ ആണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത്. ഹൈ ഡെൻസിറ്റി പോളിത്തീൻ, HDP, ഹൈ ഡെൻസിറ്റി പോളിത്തീൻ ആൻഡ് എക്സിട്ര. HDP എപ്പോഴും ചോദിക്കുന്നതാണ്. ചിലപ്പോൾ HDP എന്ന് തന്നെ ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ എന്നും പറയാറുണ്ട്. നമുക്കറിയാം ഇവയുടെ ഈ പോളിമർ ചെയിൻസ് വളരെ അടുത്തടുത്തായ കാരണം കൊണ്ട് തന്നെ ഇവ ക്ലോസ്ലി പാക്ഡ് ആണ്. അതുകൊണ്ട് ഇവിടെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. പിന്നെ ഒരു കണ്ടീഷൻ കൂടി ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്, എന്താണ്, ഹൈ ഡെൻസിറ്റീസ് ആണ് അല്ലേ. ഹൈ ഡെൻസിറ്റി ആണ് ഇവയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഉദാഹരണമാണ് ഹൈ ഡെൻസിറ്റി പോളിത്തീൻ HDP എന്നുള്ളത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ നമുക്ക് ലോ ഡെൻസിറ്റി പോളിത്തീൻ വരുന്നുണ്ട്, നമുക്ക് ആ സമയത്ത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ലീനിയർ പോളിമർ എന്നുള്ളത് മനസ്സിലാക്കി. ഇതൊരു ലീനിയർ മോളിക്യൂളാണ്, ലീനിയർ പോളിമർ ആണ്. അതിൽ ബ്രാഞ്ചുകളൊന്നും തന്നെ വരുന്നില്ല, അല്ലെങ്കിൽ കോ ബ്രാഞ്ചസ് ഒന്നും തന്നെ വരുന്നില്ല. ഓരോ ലെയറും ലീനിയറായി അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. ലെയറുകളെല്ലാം തന്നെ ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ ഇവയുടെ മെൽറ്റിംഗ് പോയിന്റും ഡെൻസിറ്റിയും അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത്തും എന്താണ്, കൂടുതലാണ്. എക്സാമ്പിളാണ് നൈലോൺ, PVC, ഹൈ ഡെൻസിറ്റി പോളിത്തീൻ അഥവാ HDP. ഓക്കെ, ലീനിയർ പോളിമറിൻ്റെ സ്ട്രക്ചർ ഒന്നും കൂടി ഒബ്സർവ് ചെയ്തോളൂ. ഓക്കെ, ശേഷം അടുത്ത ഭാഗത്തിലേക്ക് കടക്കുവാണ്. ഇനി ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. ലീനിയർ പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ബ്രാഞ്ചസോ കോ ബ്രാഞ്ചസോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവിടെ എന്താണ്, ബ്രാഞ്ചുകൾ കടന്നു വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രക്ചർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുന്നതാണ് കരുതുന്നത് അല്ലേ. ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമർ സ്ട്രക്ചർ നോക്കൂ. ഈ ബ്രാഞ്ച് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ, ഇപ്പൊ ഈ കാണുന്ന പോലെയാണ് പോകുന്നതെന്നെങ്കിൽ നമുക്ക് പറയാം ഇതൊരു ലീനിയർ പോളിമർ ചെയിൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഒരു ലീനിയർ പോളിമർ എന്ന് വിളിക്കാം. ലീനിയർ ആയിട്ടുള്ള പോളിമർ ചെയിൻ ആണ്, അതുകൊണ്ട് നമുക്ക് ലീനിയർ പോളിമർ എന്ന് വിളിക്കാം. പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത, ഇതിലെ ധാരാളം ബ്രാഞ്ചുകൾ കടന്നു വരുന്നുണ്ട് അല്ലേ. ഇവിടെ എല്ലായിടത്തും നോക്കി നമുക്ക് എന്ത് ചെയ്യാം, ബ്രാഞ്ചുകൾ കടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ബ്രാഞ്ചുകളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന് എന്തെന്ന് പറയുന്നത്, ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമർ എന്ന് പറയുന്നതും. ഓക്കെ, ഈ ബ്രാഞ്ചുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്തെന്ന് പറയുന്നതും ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമർ എന്ന് പറയുന്നതും. ഓക്കെ, നമുക്ക് നോക്കാം. These are polymers in which the monomer units are joined to form long chains
വിത്ത് സൈഡ് ചെയിൻസ് ഓർ ബ്രാഞ്ചസ്, അല്ലേ? സൈഡ് ചെയിനോ അല്ലെങ്കിൽ ബ്രാഞ്ചസുകളോ നമുക്ക് ധാരാളമായിട്ട് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവയെ എന്തെന്ന് പറയുന്നത് ബ്രാഞ്ചഡ് ചെയിൻ പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ബ്രാഞ്ചസ് ദ പോളിമർ മോളിക്യൂൾസ് ഡു നോട്ട് പാക്ക് വെൽ. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എന്താണ്? ശ്രദ്ധിക്കൂ. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബ്രാഞ്ചസ് ദ പോളിമർ മോളിക്യൂൾസ് ഡു നോട്ട് ക്ലോസ് വെൽ, അല്ലേ? അവിടെ പോളിമർ ചെയിൻസ് നേരത്തെ കാണിച്ച പോലെ ലീനിയർ പോളിമറിലെ പോളിമർ ചെയിൻസ് എന്തായിരുന്നു? ക്ലോസ്ലി പാക്ഡ് ആയിരുന്നു, അല്ലേ? ഓരോ ചെയിനും ഒന്നിനോട് അടുത്തായിരുന്നു. പക്ഷെ ഇവിടെ എങ്ങനെയാ? ഇവിടെ ഒരു പോളിമർ ചെയിനിൽ നിന്ന് തന്നെ എന്താണ്? ധാരാളം ബ്രാഞ്ചുകളാണ് പോകുന്നത്. ഒരു പോളിമർ ചെയിനിൽ നിന്ന് തന്നെ ധാരാളം ബ്രാഞ്ചുകളാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവ ഒരു ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ അല്ല, അല്ലെങ്കിൽ ക്ലോസ്ലി പാക്ഡ് മാനർ അല്ല ഇവയ്ക്ക് ഉള്ളതെന്ന് പറയാം. അങ്ങനെ ഒരു മാനർ അല്ല ഇവ കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ ഒരു ക്ലോസ്ഡ് പാക്ഡ് സ്ട്രക്ചർ ആവാത്തതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ തിരിച്ചു പറയാം. അവിടെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് പറയാൻ സാധിക്കും? ലോവർ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അവിടെ ഹൈ ഡെൻസിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ലോവർ ഡെൻസിറ്റി ആണ്. അവിടെ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇവിടെ ലോ അല്ലെങ്കിൽ ലെസ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ് ആസ് കമ്പയർഡ് ടു ലീനിയർ പോളിമേഴ്സ്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ദേ ഹാവ് ലോവർ മെൽറ്റിംഗ് പോയിന്റ്, densities and tensile strength as compared to linear polymers. ഓക്കെ, അവർക്ക് എക്സാമ്പിൾ നോക്കൂ. അമിലോപെക്റ്റിൻ, ഗ്ലൈക്കോജൻ, അതുപോലെ ലോ ഡെൻസിറ്റി പോളിത്തീൻ. നേരത്തെ HDP ഹൈ ഡെൻസിറ്റി പോളിത്തീൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എക്സാമ്പിൾ ആണ് ലോ ഡെൻസിറ്റി പോളിത്തീൻ. നമ്മൾ അതിനെ ചുരുക്കി LDP എന്ന് പറയാറുണ്ട്, ലോ ഡെൻസിറ്റി പോളിത്തീൻ. ഓക്കെ, അമിലോപെക്റ്റിൻ, ഗ്ലൈക്കോജൻ ഒക്കെ ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലീനിയർ പോളിമർ നോക്കി, സ്ട്രക്ചർ നോക്കി, ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമർ നോക്കി, അതിൻ്റെ സ്ട്രക്ചറും കൃത്യമായി പരിശോധിച്ചു. അടുത്തത് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്. എന്താണ് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്? ഇവിടെ നോക്കൂ. In these polymers, cross links of strong covalent bonds are formed among the initially formed linear polymer chains. നിങ്ങൾക്ക് ഇതിൻ്റെ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് ക്രോസ് ലിങ്ക്ഡ് പോളിമറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇതിൽ ധാരാളം ചെയിൻസ് കാണുന്നുണ്ട്, അല്ലേ? ഇതെല്ലാം തന്നെ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ഓരോ പോളിമർ ചെയിൻസ് ആണ്, അല്ലേ? അതാണല്ലോ നമ്മൾ ലീനിയർ പോളിമറിൽ പരിശോധിച്ചത്. ലീനിയർ പോളിമറിലെ ആ ചെയിൻസ് എല്ലാം തന്നെ എന്തായിരുന്നു? ക്ലോസ്ലി പാക്ഡ് ആയിരുന്നു. രണ്ടാമത്തെ കേസിൽ എന്തായിരുന്നു? ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമറിൽ എന്തായിരുന്നു? ഓരോ പോളിമർ ചെയിനിൽ നിന്നും ബ്രാഞ്ചസ് ആണ്. അതാണ് ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമർ. അടുത്ത കേസ് നോക്കൂ. ക്രോസ് ലിങ്ക്ഡ് പോളിമർ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ രൂപപ്പെട്ട ഓരോ ചെയിനുകൾ പരസ്പരം അവയ്ക്ക് തമ്മിൽ എന്താണ്? ഒരു ക്രോസ് ലിങ്കിങ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒരു ക്രോസ് ലിങ്കിങ് എന്ന് പറയുന്നത്. ഈ കാണുന്ന ഒക്കെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ക്രോസ് ലിങ്കിങ് എന്ന് പറയുന്നത്. ഈ ക്രോസ് ലിങ്കിങ് എന്ന് പറയുന്നത് എന്താണ്? ഹൈലി കോവാലന്റ് ബോണ്ടഡ് ആണ്. കോവാലന്റ് ബോണ്ടിങ് ആണ് ഈ ക്രോസ് ലിങ്ക് വഴി എന്ത് ചെയ്തത്? അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഡെഫിനിഷനിലും ഒക്കെ തന്നെ പറയുന്നുണ്ട്. നോക്കൂ. In these polymers, cross links of strong covalent bonds are formed among the initially formed linear polymer chains. അപ്പോൾ ആ ക്രോസ് ലിങ്കിങ് എന്നുള്ളത് എന്താണ്? കോവാലൻ്റ്ലി ബോണ്ടാണ്. കോവാലൻ്റ് ബോണ്ടാണ് അവിടെ ആ ഒരു ക്രോസ് ചെയിൻസ് തമ്മിലുള്ള ആ ഒരു ക്രോസ് ലിങ്കിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ശേഷം പറയുന്നത് കേൾക്കൂ. ദിസ് റിസൾട്ട്സ് ഇൻ എ 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് സ്ട്രക്ചർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഒരു എന്താണ്? ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നേരത്തെ പഠിച്ചിട്ടുള്ള ചെയിൻ പോളിമറും ബ്രാഞ്ചഡ് ചെയിൻ പോളിമറും ഇവയിൽ നിന്ന് വ്യത്യസ്തമായി പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ഇവയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ക്രോസ് ലിങ്ക്ഡ് പോളിമറിനെ പരിശോധിച്ചാൽ ഇവയ്ക്ക് എന്താണ്? ഒരു 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് സ്ട്രക്ചർ കാണാൻ കഴിയും. ഈ ഒരു ക്രോസ് ലിങ്കിങ് ഉള്ളതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ചെയിനുകൾ തമ്മിൽ ഈ ഒരു കോവാലന്റ് ബോണ്ടിങ് വരുന്നതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഒരു 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് സ്ട്രക്ചർ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. സച്ച് പോളിമേഴ്സ് ആർ ഹാർഡ്, റിജിഡ് ആൻഡ് ബ്രിട്ടിൽ. അങ്ങനെയുള്ള ഈ പോളിമേഴ്സ്, കാരണം എന്തുകൊണ്ടാണ്? അവയിൽ കോവാൽ ബോണ്ടിങ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ എന്താണ്? ഹാർഡായിരിക്കും, റിജിഡ് ആയിരിക്കും, ബ്രിട്ടിലായിരിക്കും. എക്സാമ്പിൾസ് ഒന്ന് പരിശോധിക്കൂ. ബാക്ക്ലെറ്റ്. ഈ ബാക്ക്ലെറ്റ് എന്നുള്ളത് നല്ലൊരു പോളിമറാണ്. ഈ ബാക്ക്ലെറ്റ് നിങ്ങൾക്ക് സംഗതി മനസ്സിലാൻ വേണ്ടി പറയുകയാണ്. പ്രഷർ കുക്കറിൻ്റെ ഹാൻഡിൽ ഉണ്ടല്ലോ, പ്രഷർ കുക്കറിൻ്റെ ഹാൻഡിൽ,
ഈ പ്രഷർ കുക്കറിൻ്റെ ഹാൻഡിൽ ഈ ബാക്ക്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോളിമർ കൊണ്ടാണ് അത് മെയ്ഡ് ചെയ്യുന്നത്, മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. പിന്നെ യൂറിയ ഫോർമാൽഡിഹൈഡ് പോളിമർ. യൂറിയ ഫോർമാൽഡിഹൈഡ് പോളിമർ. ആ പോളിമർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഏതിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് ആ പേര് നോക്കിയാൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. യൂറിയയിൽ നിന്നും ഫോർമാൽഡിഹൈഡിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് അല്ലേ? യൂറിയ ഫോർമാൽഡിഹൈഡ് പോളിമർ എന്ന് പറയുമ്പോൾ യൂറിയയിൽ നിന്നും ഫോർമാൽഡിഹൈഡിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, ആ പോളിമർ ഉണ്ടാകുന്നത്. അപ്പോൾ അടുത്ത് നോക്കൂ, മെലാമിൻ ഫോർമാൽഡിഹൈഡ് പോളിമർ. അതായത് മെലാമിൽ നിന്നും ഫോർമാൽഡിഹൈഡിൽ നിന്നുമാണ് ആ പോളിമർ അവിടെ എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് ഒന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോന്നിലെയും എക്സാമ്പിൾസ് കൃത്യമായിട്ട് പഠിക്കണം. കാരണം എക്സാമ്പിൾസ് തന്നിട്ട് ഒരു പക്ഷേ നിങ്ങളോട് ക്ലാസിഫൈ ചെയ്യാൻ പറയും. അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും എക്സാമ്പിൾസ് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കുക തന്നെ വേണം. വേറെ അത് സ്കിപ്പ് ചെയ്ത് ഒരിക്കലും മുന്നോട്ട് പോകരുത്. അപ്പോൾ ക്രോസ് ലിങ്ക്ഡ് പോളിമറിൻ്റെ സ്ട്രക്ചർ ഒന്നും കൂടി ഒന്ന് ഒബ്സർവ് ചെയ്തോളൂ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഒന്ന് പറയുകയാണ്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ സോഴ്സ്. സോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ അല്ലേ? ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ സോഴ്സ്. അത് നമ്മൾ ഏതൊക്കെ പഠിച്ചു? നാച്ചുറൽ പോളിമേഴ്സ് പഠിച്ചു, അതുപോലെ തന്നെ നാച്ചുറൽ പോളിമേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ സിന്തറ്റിക് പോളിമേഴ്സ് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു? സെമി സിന്തറ്റിക് പോളിമറും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ സ്ട്രക്ചർ അല്ലേ? അതിൽ നമ്മൾ എന്ത് പഠിച്ചു? ആദ്യത്തേതായിട്ട് ലീനിയർ പോളിമേഴ്സ് പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ലീനിയർ പോളിമേഴ്സിൻ്റെ സ്ട്രക്ചർ പരിശോധിച്ചു. പിന്നെ ബ്രാഞ്ചഡ് ചെയിൻ പോളിമേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ പരിശോധിച്ച് ശേഷം രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിലെ അവസാനത്തേതായിട്ടുള്ള ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സും പരിശോധിച്ചു. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, അതായത് സി കാറ്റഗറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തേത് നോക്കൂ. മൂന്നാമത്തേത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇന്റർമോളിക്കുലർ ഫോഴ്സസ്. ഇന്റർമോളിക്കുലർ ഫോഴ്സസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇന്റർമോളിക്കുലർ ഫോഴ്സസ്. ഓക്കെ, അതിലും സബ് ഡിവിഷൻസ് ഉണ്ട്. ഒന്ന് ഇലാസ്റ്റമേഴ്സ് ആണ്. ഇലാസ്റ്റമേഴ്സ് നോക്കൂ. ദ പോളിമർ ചെയിൻസ് ആർ ഹെൽഡ് ടുഗദർ ബൈ വീക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സ്. അവിടെ പോളിമർ എന്നുള്ളത് വീക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സ് വഴിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ബോണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. Hence, these polymers can be stretched by pulling, but they regain their original shape when the stress is removed. അതായത് നമ്മൾ അവയെ വലിച്ച് നീട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വലിച്ചു കഴിഞ്ഞാൽ അവ സ്ട്രെച്ച് ചെയ്യും. ഓക്കെ, വലിയും. ഇനി നമ്മൾ അവിടെ കൊടുക്കുന്ന നമ്മളതിനെ വലിച്ചു നീട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ വിടുക എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളതിനെ അതായത് അവിടെയുള്ള നമ്മളവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലോട്ട് തന്നെ തിരിച്ചു വരും. അതായത് എങ്ങനെയായിരുന്നു അത് അവിടേക്ക് തന്നെ തിരിച്ചു വരും അല്ലേ? അപ്പം നമ്മൾ നന്നായി അതിനെ നന്നായി വലിക്കുമ്പോൾ സ്ട്രെച്ച് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് സ്ട്രെച്ച് ചെയ്യും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് അത് പഴയ പോലെ തന്നെ അതിന് ഇനീഷ്യൽ സ്റ്റേറ്റിലോട്ട് അത് കടന്നു വരികയും ചെയ്യും. അങ്ങനെയുള്ള പോളിമേഴ്സിനാണ് എന്തെന്ന് പറയുന്നത്? ഇലാസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവയിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്താണ്? വീക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആയതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെയുള്ള എക്സാമ്പിളാണ് സിന്തറ്റിക് റബ്ബേഴ്സ്. സിന്തറ്റിക് റബ്ബേഴ്സ് നമ്മൾ തുടക്കത്തിൽ തന്നെ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബ്യൂണ എസ്. ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ. അതുപോലെ ബ്യൂണ എന്നും നിയോപ്രിൻ ഇവയെല്ലാം തന്നെ സിന്തറ്റിക് റബ്ബേഴ്സിന് എക്സാമ്പിളാണ്. ഓക്കെ, സിന്തറ്റിക് റബ്ബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ലാബ് സംവിധാനം ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത് സിന്തറ്റിക് ആയിട്ട് മാൻമെയ്ഡ് പോളിമേഴ്സാണ് എന്തെന്ന് പറയുന്നത് ഈ ബ്യൂണ എസും ബ്യൂണ എന്നും നിയോപ്രിനും മുതലായവ എക്സെട്ര തുടങ്ങിയവ. അപ്പോൾ ഈ ഉദാഹരണങ്ങൾ ഈ നോട്ടിൽ കൊടുത്തുള്ളത് ഒരു കാരണവശാലും ഒഴിവാക്കരുത്. അതെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്യണം. അടുത്തത് ഫൈബേഴ്സ് ആണ്. ഫൈബേഴ്സ് അത് കഴിഞ്ഞ് നമുക്ക് കടക്കാം. ഫൈബേഴ്സ് ആയി നോക്കാം. ഫൈബേഴ്സ്. ദിസ് ടൈപ്പ് ഓഫ് പോളിമേഴ്സ് ആർ thread forming polymers possessing high tensile strength. This is because the polymer chains are held together by strong intermolecular forces such as hydrogen bond. ഇപ്പോൾ ഇവിടെ സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് വഴിയാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്?
ബോണ്ടിങ് നടക്കപ്പെട്ടിരിക്കുന്നതിന് എക്സാമ്പിളായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് പറയുന്നുണ്ട്. അപ്പോൾ ഇവ ത്രെഡ് ഫോമിങ്, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്, ഇവയ്ക്ക് സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കും. അതായത് സ്റ്റിഫ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റിഫ്നെസ് കാഠിന്യമുള്ള ഒരു പോളിമറാണ് ഈ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കും അവയ്ക്ക്. ഇനി ഇവിടെ പറയുന്നുണ്ട് ഇവയ്ക്ക് എന്താണ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. ടെൻസൈൽ സ്ട്രെങ്ത് ഇവയ്ക്ക് എന്താണ് കൂടുതലാണ്. അതിന് കാരണം പറയുന്നുണ്ട് അവ സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് വഴിയാണ് ബോണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹൈഡ്രജൻ ബോണ്ടിങ് വഴിയാണ് ഇവ ബോണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇവയ്ക്ക് എന്താണ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കും ഇവയ്ക്ക്, ഒരു കാഠിന്യം ഉണ്ടായിരിക്കും ഇവയ്ക്ക്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള പോളിമേഴ്സിനെയാണ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. നൈലോൺ, സിൽക്ക്, ഡാക്രോൺ മുതലായവ അവയ്ക്ക് എക്സാമ്പിളാണ്. നൈലോൺ, സിൽക്കൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ക്ലാസ്സിൻ്റെ തുടക്കത്തിലും ഇടയിലൊക്കെയായി. ഡാക്രോൺ എന്ന് പറയുന്നത് നിങ്ങൾ കുഷ്യൻസ് കണ്ടിട്ടുണ്ടോ? കുഷ്യൻസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഈ ഡാക്രോൺ പോളിമേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കാറുള്ളത്. ഓക്കെ, കുഷ്യൻസിനെ കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, റാപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഈ ഡാക്രോൺ എന്നുള്ള പോളിമർ കൊണ്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, ഇനി തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ്. തെർമോപ്ലാസ്റ്റിക് ആർ പോളിമേഴ്സ് which become soft on heating and hard on cooling, and this process can be repeating many times. The intermolecular forces in thermoplastic are intermediate between those of elastomers and fibers. Thermoplastic polymers ന്റെ പ്രത്യേകത which become soft on heating, അതായത് ചൂടാക്കുമ്പോൾ ഈ പോളിമർ സോഫ്റ്റ് ആവും. സത്യം പറഞ്ഞാൽ അവിടെ സോഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവ അവിടെ മെൽറ്റ് ചെയ്യുക എന്നുള്ള കണ്ടീഷൻ നമ്മൾ പറയാം, അല്ലെങ്കിൽ സോഫ്റ്റ് ആണ് എന്ന് പറയാം. സോഫ്റ്റ് തന്നെയാണ്, സോഫ്റ്റ്. പിന്നെ കൂൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവ ഹാർഡ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവ ഈ ചൂടാക്കുമ്പോൾ സോഫ്റ്റ് ആകുന്നതോട് തന്നെ നമുക്ക് ഇവയെ മോൾഡ് ചെയ്യാം. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഷേപ്പിലും മറ്റുമൊക്കെ മോൾഡ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. മോൾഡ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്കറിയാലോ അല്ലേ? ഓരോ രൂപങ്ങളിലേക്കും അല്ലെങ്കിൽ ഓരോ ഷേപ്പുകളിലേക്കൊക്കെ എന്ത് ചെയ്യും? ഇവയെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. മോൾഡ് ചെയ്യാന്ന് പറയാം. അപ്പൊ നമ്മൾ ഇവയെ എന്താ പറയാ? മോൾഡ് ചെയ്തെടുക്കുക എന്നാണ് പറയാ. മോൾഡ് ചെയ്തെടുക്കുക. ക്ലാസ്സിലോട്ട് തിരിച്ചു വരാം. ഓക്കെ, സ്ക്രീൻ കാണുന്നെന്ന് വിചാരിക്കുകയാണ്. മോൾഡ് ചെയ്തെടുക്കുക എന്നാണ് പറയാ. മോൾഡ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണ് അവിടെ? അതായത് ഇത്ര മനസ്സിലാക്കുക, ചൂടാക്കുമ്പോൾ ഇവ സോഫ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ആ സോഫ്റ്റ് ആവുന്നതോട് തന്നെ ഇവയെ നമുക്ക് എന്ത് ചെയ്യാം? മോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ആ സമയം കൂളാക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹാർഡ് ആവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അവിടെ പറയുന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഇൻ തെർമോപ്ലാസ്റ്റിക് ആർ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദോസ് ഓഫ് ഇലാസ്റ്റമേഴ്സ് ആൻഡ് ഫൈബേഴ്സ്. അതായത് തെർമോപ്ലാസ്റ്റിക്കിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇലാസ്റ്റമേഴ്സും ഫൈബേഴ്സും. ഇലാസ്റ്റമേഴ്സ് നമ്മൾ പഠിച്ചു ആദ്യത്തെ സെക്ഷനായിട്ട്. പിന്നെയാണ് ഫൈബേഴ്സ് പഠിച്ചത്. ഇലാസ്റ്റമേഴ്സിൻ്റെയും ഫൈബേഴ്സിൻ്റെയും ഇടയിലുള്ള ഒരു ഫോഴ്സ് ഓഫ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണ് ആരിൽ പ്രസന്റ് ആയിരിക്കുന്നത്? തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സിൽ പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അതായത് പറയാന്നുണ്ടെങ്കിൽ ഇലാസ്റ്റമേഴ്സിന്റെ ഫോഴ്സ് പോലെയാണ്. ഇലാസ്റ്റമേഴ്സിൽ എങ്ങനെയാണ്? വീക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണ് അല്ലെ? ഫൈബേഴ്സിൽ എങ്ങനെയാണ്? സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത്? തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് നോക്കിക്കോളൂ. പോളിത്തീൻ, പോളിസ്റ്റൈറീൻ, PVC ഒക്കെ തന്നെ എന്താണ്? പോളിത്തീൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? PVC നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു പോളിമറാണ് പോളിസ്റ്റൈറീൻ. പോളിത്തീൻ, പോളിസ്റ്റൈറീൻ, PVC ഇവയെല്ലാം തന്നെ അവയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഇനി തെർമോസെറ്റിംഗ് പോളിമേഴ്സ് എന്ന് പറയാം. These are polymers which become infusible and hard on heating. ഇവിടെ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. അതായത് ഈ തെർമോസെറ്റിംഗ് പോളിമേഴ്സ് പ്രത്യേകത, ഇവ ചൂടാക്കുമ്പോൾ സോഫ്റ്റ് ആവുന്നില്ല.
ഇവ ചൂടാക്കുമ്പോൾ ഹാർഡ് ആവുകയേ ചെയ്യുന്നുള്ളൂ, ഒരിക്കലും സോഫ്റ്റ് ആവുന്നില്ല. പരസ്പരം എന്താ ചെയ്യുന്നത്, പകരം എന്താ ചെയ്യുന്നത്, ഹാർഡ് ആവുകയാണ് ചെയ്യുന്നത്. ഹാർഡ് ആവുക. അങ്ങനെ ഹാർഡ് ആവുന്ന കാരണം കൊണ്ട് ഇവ സോഫ്റ്റ് ആവാത്തിടത്തോളം കാലം ഇവയെ എന്ത് ചെയ്യില്ല, നമുക്ക് ഒരു കാരണവശാലും മോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു സ്ട്രക്ചറിലോട്ട് നമുക്ക് ഇവയെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇവ ഹാർഡാണ്. ചൂടാക്കും തോറും ഇവയുടെ ഹാർഡ്നെസ് എന്ത് ചെയ്യാണ്, കൂടി വരിക എന്നല്ലാതെ ഒരിക്കലും ഹാർഡ്നെസ് കുറയ്ക്കാൻ പറ്റുന്നില്ല. കുറച്ചാൽ മാത്രമാണ്, സോഫ്റ്റ് ആയാൽ മാത്രമാണല്ലോ തെർമോ പ്ലാസ്റ്റിക് പോളിമേഴ്സ് പോലെ നമുക്ക് അവയെ മോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കുക ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലോട്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കാര്യം പോസിബിൾ അല്ല. കാരണം എന്തുകൊണ്ടാണ്, ചൂടാക്കും തോറും ഇവയുടെ എന്ത് കൂടുവാണ്, ഹാർഡ്നെസ് കൂടുകയാണ്. എന്തുകൊണ്ടാണ് ഹാർഡ്നെസ് കൂടുന്നതെന്ന് നിങ്ങൾക്കറിയോ? ചൂടാക്കുമ്പോൾ ഇവയിൽ ക്രോസ് ലിങ്ക്സ് ഫോം ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ പോളിമർ ചെയിൻസ് എന്നുണ്ടെന്ന് വിചാരിക്കും. ഓൾറെഡി ഇതിൽ ക്രോസ് ലിങ്ക്സ് പ്രസന്റ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. പക്ഷെ ചൂടാക്കുമ്പോൾ ഈ ക്രോസ് ലിങ്ക്സ് കൂടുതൽ സ്ട്രോങ് ആവും. ക്രോസ് ലിങ്ക്സ് എന്ത് ചെയ്യും, കൂടുതൽ സ്ട്രോങ് ആവും. അപ്പോൾ ഈ ചൂടാക്കുമ്പോൾ ഈ തരത്തിലുള്ള ക്രോസ് ലിങ്ക്സ് കൂടുതൽ സ്ട്രോങ് അല്ലെങ്കിൽ ആ കോവാലന്റ് ബോണ്ട് കൂടുതൽ സ്ട്രോങ് ആവുന്നത് കൊണ്ടാണ് ഇവ കൂടുതൽ ഹാർഡായി മാറുന്നത്. ഈസ് ദാറ്റ് ക്ലിയർ? എന്തുകൊണ്ടാണ് ഇവ ചൂടാക്കുമ്പോൾ കൂടുതൽ ഹാർഡ് ആകുന്നു എന്ന് പറയുന്നത്? എന്തുകൊണ്ട് ഹാർഡ് ആകുന്നത്? ഇവയിൽ പ്രസന്റ് ആയിരുന്ന ക്രോസ് ലിങ്ക്സ് എങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കുക. ആ ക്രോസ് ലിങ്ക്സ് എല്ലാം തന്നെ കൂടുതൽ ഹാർഡ് ആവുകയാണ്, അല്ലെങ്കിൽ അവിടെ പ്രസന്റ് ആയിരുന്ന കോവാലന്റ് ബോണ്ടിങ് കൂടുതൽ ശക്തിപ്പെടുകയാണ്, കൂടുതൽ സ്ട്രോങ് ആവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇവ ഓട്ടോമാറ്റിക്കലി ഹാർഡ് ആവും. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നോക്കൂ, ദീസ് ആർ പോളിമേഴ്സ് വിച്ച് ബിക്കം ഇൻഫ്യൂസിബിൾ ആൻഡ് ഹാർഡ് ഓൺ ഹീറ്റിംഗ്. പിന്നെ പറയുന്നു, നോക്കൂ, ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നത്, ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് ക്രോസ് ലിങ്ക്സ് ബിറ്റ്വീൻ ചെയിൻസ്. അവിടെ പറയുന്നുണ്ട്, ദേ കനോട്ട് ബി റീമെൽറ്റഡ് ആൻഡ് റീമോൾഡഡ്. നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. ബാക്ക്ലെറ്റ്, മെലാമിൻ, ഫോർമാൽഡിഹൈഡ് ഒക്കെ അവയ്ക്ക് എക്സാമ്പിളാണ്. ബാക്ക്ലെറ്റ് എന്ന് പറഞ്ഞു, പ്രഷർ കുക്കറിൻ്റെ ഹാൻഡിലൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പോളിമറാണ്. മെലാമിൻ, ഫോർമാൽഡിഹൈഡ്, മെലാമിനിൽ നിന്നും ഫോർമാൽഡിഹൈഡിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു പോളിമറാണ് മെലാമിൻ ഫോർമാൽഡിഹൈഡ്. ഈ മെലാമിൻ എന്ന് പറയുന്നത് എന്താണ്, ഈസ് എ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്. നമ്മുടെ ഈ പ്ലാസ്റ്റിക് പ്ലേറ്റ്സ് അതുപോലെ തന്നെ കപ്സൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്കാണ് മെലാമിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മെലാമിൻ ഫോർമാൽഡിഹൈഡിൽ നിന്നാണ് മെലാമിൻ ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോളിമർ മോളിക്യൂള് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ക്ലാസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 15 പോളിമേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്താണ് പോളിമർ, എന്താണ് പോളിമറൈസേഷൻ, അതുപോലെ തന്നെ നമ്മൾ എന്താണ് മോണോമർ യൂണിറ്റ്സ്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ABCD എന്ന ക്രമത്തിൽ, അത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ സോഴ്സ്, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ സ്ട്രക്ചർ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ഇന്റർമോളിക്കുലർ ഫോഴ്സസ്, അതുപോലെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിലെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ബാക്കി അടുത്ത വീഡിയോയിൽ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.